സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ മാർച്ച് 1 നോമ്പ് 3-ാം ഞായർ. വചനഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള വാക്യങ്ങൾ. ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ. രചന സന്തോഷ് ചുങ്കത്ത്. കോളേജിന്റെ ഇടനാഴികകളിൽ വിപ്ലവത്തിന്റെ മുഷ്ടി വാനിലേക്ക് ഉയർത്തി നടന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് അതേ തീക്ഷ്ണതയോടെ പത്രപ്രവർത്തനത്തിലേക്ക് നടന്നു കയറി. അങ്ങനെ കുംഭമേള റിപ്പോർട്ട് ചെയ്യാൻ പ്രയാഗിലെത്തി. അപരിഷ്കൃതരെന്ന് അതുവരെ കരുതി അവജ്ഞയോടെ താൻ വീക്ഷിച്ച ആ മനുഷ്യരെ കണ്ട നേരം പ്രാക്തനമായ ഒരു മൂർച്ചയിൽ അയാൾ തൻ്റെ ഉള്ളിലെന്തോ നടക്കുന്നതായി പരിഭ്രമത്തോടെ മനസ്സിലാക്കി. അയാൾ തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പുറമേ അലഞ്ഞു നടക്കാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സമയമായി എന്നൊരാൾ ഉള്ളിൽ മൃദുവായി മന്ത്രിക്കുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. അവിടെ വെച്ച് തന്നിലേക്കുള്ള യാത്ര അയാൾ തുടങ്ങി. വിപ്ലവകാരിയിൽ നിന്നും സന്യാസിയിലേക്ക് അയാൾ യാത്ര ആരംഭിച്ചു. മൗനത്തിൻ്റെ വാൽമീകമുടഞ്ഞു. രത്നാകരൻ വാൽമീകിയായി മാറുകയാണ്. ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. ആഘൂർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അവളുടെ യുവത്വത്തിൽ എന്ന പോലെ, ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എൻ്റെ വിളി കേൾക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്നു നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. ഹോസിയയുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. യാക്കോബിനെയും ജോനായെയും പോലെ കുറേയേറെ പേർ ആളറിയാതെ അവനുമായി മല്ലിട്ടു. പക്ഷേ താൻ തീരുമാനിച്ചുറപ്പിച്ചവരെ അവൻ തൻ്റേത് മാത്രമാക്കി. ബഹളങ്ങളുടെ നടുക്ക് നിന്ന് അവൻ തനിക്ക് വേണ്ടപ്പെട്ടവരെ കടുവ തൻ്റെ കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ കഴുത്തിന് പിടിച്ച് കാട് കടത്തി. പൗലോസിൻ്റെ കഴുത്തിൽ അവൻ അങ്ങനെയാണ് പിടിച്ചത്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ കഴുത്തിലും അവൻ്റെ പിടിവീണു. മോശയുടെയും ദാവീദിൻ്റെയും പത്രോസിൻ്റെയും അങ്ങനെ പല ഒറ്റയാന്മാരുടെയും കാലിൽ അവൻ കുരുക്കിട്ട് വീഴ്ത്തി തനിക്ക് സ്വന്തമാക്കി. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. സ്വർഗത്തിലെ വേട്ടപ്പട്ടി തന്നെ വേട്ടയാടുന്നതിനെ പറ്റി മഹാനായ അഗസ്റ്റീനോസ് പറയുന്നതും അതുതന്നെയാണല്ലോ. വേട്ടയ്ക്കനന്തരം അയാൾ ഇങ്ങനെ പറയുന്നു, കർത്താവെ, അങ്ങ് അങ്ങേക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. എത്ര വൈകിയാണ് ഞാൻ അങ്ങയെ സ്നേഹിച്ചത്. പുരാതനനും എന്നാൽ നിത്യനൂതനവുമായ സൗന്ദര്യമേ, എത്ര വൈകിയാണ് ഞാൻ അങ്ങയെ സ്നേഹിച്ചത്. ഇങ്ങനെയുള്ള സർവപ്രതാപിയായ സർവത്തിൻ്റെയും ഉടയവനായ ദൈവ തിരുമുമ്പിൽ നിന്നാണ് നമ്മുടെ ഈ മായം കളി. കൊള്ളാമല്ലേ? രഹസ്യങ്ങളിലേക്ക് കടക്കാൻ, തൻ്റെ ഒപ്പമായിരിക്കാൻ, തൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായി അവരെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് അവനവരെ തന്നിലേക്ക് ആകർഷിച്ചത്. എപ്പോഴും പുരുഷാരങ്ങളുടെ വലിപ്പത്തിൽ അഭിരമിച്ചവനല്ല ദൈവം. വൃദ്ധനും ഏകാഗിയുമായ അബ്രഹത്തെ, ചതിയനായ യാക്കോബിനെ, കൂട്ടത്തിലെ സാധുവായ ജോസഫിനെ, വിക്കനായ മോശയെ, ദുർബലരും ഇമ്പൾസീവുമായ ഇസ്രായേൽക്കാരെ, ബാലനായ സാമുവലിനെ, ആട്ടിടയനായ ദാവീദിനെ, ഗണികയായ താമാറിനെ, മുക്കുവരും ചുങ്കക്കാരുമായ കുറച്ച് ഗ്രാമീണരെ, തീക്ഷ്ണമതിയായ സാവൂളിനെ, അങ്ങനെ അവൻ്റെ തിരഞ്ഞെടുപ്പുകൾ നോക്കൂ. ചെറിയ അജഗണത്തെയാണവൻ എന്നും ലക്ഷ്യം വെച്ചത്. ഒരു വിശുദ്ധ ബീജം കണക്ക്, പാത്രത്തിലെ ഒരു തരി പുളിമാവ് കണക്ക്, മുറിച്ചിട്ടും അറ്റുപോവാത്ത തായ്വേര് കണക്ക്, സകലത്തിനെയും കീഴ്മേൽ മറിക്കാൻ കരുത്തുള്ള കാതലുള്ള വൃക്ഷങ്ങളായി അവനവരെ രൂപപ്പെടുത്തി. കാറ്റിനെ അതിജീവിക്കുന്ന വലിയ വൃക്ഷങ്ങളായി അവയങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. ചെറിയ അജഗണം. അവൻ ചെറുകൂട്ടങ്ങളുടെ കുശവനായിരുന്നു. ആർക്കും വേണ്ടാത്ത കളിമണ്ണിൽ നിന്ന് ശ്രേഷ്ഠമായ പാത്രങ്ങൾ നിർമ്മിച്ച കുശവൻ. ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലിൽ നിന്നും ഗോപുരങ്ങളെ പടുത്തുയർത്തിയവൻ. ശക്തനും യുദ്ധവീരനുമായ കർത്താവ്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ പിന്നെയും നമ്മോട് ആവശ്യപ്പെടുന്നത്, രഹസ്യമായി നൽകുവിൻ, രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ, അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതെ ഉപവസിക്കുവിൻ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് അത് കാണുന്നുണ്ട്. ദൈവ മനുഷ്യബന്ധം സ്വകാര്യമായ ഏറ്റവും പവിത്രമായ തീവ്രാനുരാഗം പോലെ ഒന്നായി മാറേണ്ടതുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ആരും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നുമില്ല. നീയും ഞാനുമില്ല, നമ്മൾ മാത്രം. മൗനം വാചാലമായി മാറുന്നത് അപ്പോഴാണ്. പരിപൂർണമായ ലയം. അന്ധനായ സൂർദാസ് എന്ന ഭക്തകവിയുടെ പരിപൂർണ സമർപ്പണത്തിൽ പ്രസാദിച്ച് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് അയാൾക്ക് കാണുവാനുള്ള വരം നൽകി.
ഈശ്വരനെ ദർശിച്ച മാത്രയിൽ സൂർദാസ് മൊഴിഞ്ഞു, ഇനി അങ്ങ് എൻ്റെ കാഴ്ച തിരികെ എടുക്കണം. അങ്ങേ കണ്ട കണ്ണുകൾ കൊണ്ട് ഇനി എനിക്കൊന്നും കാണേണ്ടതില്ല. അങ്ങല്ലാതെ എന്നിൽ മറ്റെന്തെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അതങ്ങ് നിശ്ശേഷം എടുത്തു മാറ്റണേ. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണത്തെ എടുക്കുമ്പോഴും പൂർണ്ണം തന്നെ അവശേഷിക്കുന്ന മാന്ത്രികത. ഒന്നും കുറയുകയും കൂടുകയും ചെയ്യുന്നില്ല. ഈ വൈയക്തികമായ അനുഭവത്തിലേക്ക് കടക്കാനാണ് സാധകനോട് ഉടയോൻ ആവശ്യപ്പെടുന്നത്. പരീക്ഷയുടെ ദിവസങ്ങളിൽ സകലവുമാരും മാതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ വന്ന് മെഴുകുതിരി കത്തിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും തള്ളും തിരക്കും നോക്കി നിന്ന് കോളേജിലെ സഹപാഠിയായ മൻസൂർ പറയും, എന്താ ഈ പഹയന്മാരുടെയൊക്കെ വിചാരം? ഇതുവരെ ഇവിടേക്ക് ഒരെണ്ണം തിരിഞ്ഞു നോക്കാറില്ല. ഈ പടച്ചവനെന്താ പൊട്ടനാണ്? സകലവന്മാരും വായു നോക്കി നടന്ന് പഠിക്കുകയില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കാനും സമ്മതിക്കില്ല. എന്നിട്ടിപ്പോൾ ഈ നേരത്ത് വന്ന് അവൻ്റെയൊക്കെ ഒരു മെഴുതിരിയും പ്രാർത്ഥനയും. അങ്ങേർക്കെന്താ അവിടെ പവർ കട്ടാണോ? പോയിനിട എല്ലാം. രഹസ്യങ്ങളുടെ കലവറ സൂക്ഷിപ്പുകാരൻ ഏറ്റവും വെറുക്കുന്നത് കപടനാട്യമാണ്, ഹിപ്പോക്രസി. കർത്താവേ കർത്താവേ എന്ന് എന്നെ വൃഥാ വിളിക്കുന്നവനല്ല എന്നവൻ മുന്നറിയിപ്പ് തരുന്നതിന് കാരണം വെറും വാക്കുകളാലല്ല, ആത്മാവിലും സത്യത്തിലും തന്നെ ആരാധിക്കുന്നവരെയാണ് താൻ ഉറ്റുനോക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതിനാൽ തന്നെ അവൻ ആ പട്ടിക നിരത്തുന്നത് നോക്കൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ വേണ്ടി ഭിക്ഷ നൽകുമ്പോൾ കാഹളമൂതുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തെരുവുകളിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം നടത്തുക, ഉപവസിക്കുമ്പോൾ വിഷാദഭാവം നടിക്കുക. ഒറ്റ വാക്കിൽ പറയാം, തട്ടിപ്പും മത്തങ്ങയും കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നേക്കരുത്. പിന്നെ ബഹളങ്ങളിൽ നിന്ന്, വെടിയും പുകയിലും നിന്ന്, കാതടുപ്പിക്കുന്ന ശബ്ദഘോഷങ്ങളിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും പുറത്തു വരിക. നിശബ്ദതയിൽ ദൈവത്തെ തേടുക. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുമ്പിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു. പുറത്തേക്ക് ഗുഹാമുഖത്തു നിന്ന് അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പ്രിയ സുഹൃത്തെ, ആത്മാവിൻ്റെ ഈ മന്ത്രം കേൾക്കണോ? നീ നിൽക്കുന്ന ഇടയങ്ങളിലെ ബഹളങ്ങളിൽ നിന്നും പുറത്തു കടക്കുക. നിന്റെ ഉള്ളിൽ നിന്നും പുറത്തു കടക്കുക. നീ നിന്നിൽ തന്നെ ആയിരിക്കുമ്പോൾ അവന് നിന്നിലേക്ക് പ്രവേശിക്കാനോ അവനിലേക്ക് നിനക്ക് പ്രവേശിക്കുവാനോ കഴിയുന്നതെങ്ങനെ? അതിനെന്തു ചെയ്യണം? ആത്മാവിൻ്റെ ഉടമസ്ഥനുമായി ഇനിയെങ്കിലും ബന്ധം സ്ഥാപിക്കുക. അവൻ്റെ സ്വരത്തിനായി അല്പനേരം കണ്ണും പൂട്ടി സ്വസ്ഥമായിരിക്കുക. വലിയ ബഹളങ്ങൾക്കിടയിൽ നിന്ന് അല്പനേരത്തേക്കെങ്കിലും പുറത്തേക്ക് നടക്കുക. ഈ യാത്ര നൽകുന്ന ഒരു അനുഭൂതിയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയത്, അവനെ പ്രതി ഞാൻ സകലതും ഉച്ഛിഷ്ടമായി കരുതുന്നു. ശരിയായ സമാധാനത്തെ നേടാൻ ആത്മാവിൻ്റെ ഉടയോനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൾ എന്തിനാണ്? ആ പഴയ സിനിമാ ഗാനം പോലെ, കൺമണി നീയൻ കരം പിടിച്ചാൽ പിന്നെ കണ്ണുകൾ എന്തിനു വേറെ എനിക്ക്? ശ്ലീഹന്മാരെപ്പോൽ തൊണ്ടയിടറി നമ്മളും പറയും, ജീവൻ്റെ ഉറവയായ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ആ തിരിച്ചറിവിലേക്കുള്ള നിന്റെ മടക്കയാത്ര ഈ നോമ്പുകാലത്തെങ്കിലും തുടങ്ങാൻ വൈകരുതേ എന്നത് മാത്രമാണ് ഈ വചനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാൻ അറിയില്ലെന്ന് സങ്കടപ്പെട്ട തെരുവിൻ്റെ സന്തതിയോട് അസീസിയിലെ നിസ്വൻ ഇങ്ങനെ പറഞ്ഞു, നീ തെരുവിൽ നിന്നും പഠിച്ചതെന്തോ അതവിടെ കാണിച്ചാൽ മതി എന്നും പറഞ്ഞ് അവനെ അകത്താക്കി ദേവാലയത്തിൻ്റെ വാതിൽ പതുക്കെ അദ്ദേഹം ചാരി. തിടുക്കത്തിൽ പള്ളിയിലേക്ക് കയറാനൊരുങ്ങിയ സഹോദരരിൽ ഒരുവൻ അവനെ തടഞ്ഞു. അപ്പോൾ അസീസി അവനോട് പറഞ്ഞു, ശല്യം ചെയ്യേണ്ട, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥനയാണ് അവിടെ രഹസ്യത്തിൽ നടക്കുന്നത്. ശാന്തഗംഭീരമായ ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് ഉണ്ണിയേശുവും ആ തെരുവ് ചെറുക്കനും കൂടെ ചെപ്പും പന്തും കളിച്ചു. മംഗളം. വള്ളുവനാട്ടിൽ ഇത് പൂരക്കാലമാണ്, വർണ്ണങ്ങളുടെ കുടമാറ്റക്കാലം. അങ്ങനെയുള്ള വർണ്ണക്കാഴ്ചകളിൽ കണ്ണുടക്കി പോകുമ്പോൾ അത് ആ നാട്ടുപുറമ്പിൽ നിന്നൊരു ദേവതാവേഷം മേളക്കാരൻ്റെ അകമ്പടിയോടെ തൊടിയിലേക്ക് കയറുന്നു. മുറ്റത്തൊരു കൊച്ചുമിടുക്കൻ അച്ഛൻ വാങ്ങിക്കൊടുത്ത കളിച്ചെണ്ടയിൽ മേളം തകർക്കുകയാണ്. വേഷക്കാർ ഒരു നിമിഷം അവിടെ നിന്നു. അവൻ്റെ മേളത്തിനൊത്ത് പതിയെ അവർ ചൂടുകൾ വെക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞാകാശം നിറയെ വർണ്ണപ്പൂത്തിരിമേളം. ദൈവമെന്ന് പറഞ്ഞാൽ പൂക്കുകയും തളിർക്കുകയും ചെയ്യലാണെന്ന് പറഞ്ഞത് നിക്കോസ് കസൻതസാക്കിസ് ആണല്ലോ അല്ലേ?